ഹലോ, ദ കോമൺ റൂം ബൈ കുര്യൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഒരു മൂവിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓച്ചുമായിട്ട് ആദ്യത്തെ ഒരു ഫുൾ മൂവി എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾക്ക് കിട്ടി. അതിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മെട്രോ റൈഡിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എല്ലാവരും മെട്രോയിൽ പോയപ്പോൾ ഞാൻ കാറും കൊണ്ട് അടുത്ത സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കർണാടക സർക്കാരിന്റെ നമ്മുടെ ബംഗളൂരു ഹോപ്പ് ഓൺ ഹോപ്പ് ബസ് സർവീസിനായിരുന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമുക്കൊരു ഫുൾ സിറ്റി ടൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ വിശേഷവും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര നമ്മൾ പോകുന്നത് അംബാരി ഡബിൾ ഡെക്കർ ബസ്സിലാണ്. അപ്പൊ നമ്മൾ കാഴ്ചകളെല്ലാം വൃത്തിക്ക് കാണാനും ഏറ്റവും നന്നായി ആസ്വദിക്കാനും വേണ്ടിയിട്ട് അപ്പർ ഡെക്ക് തന്നെയാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തത്. നമുക്ക് ഇത് സർക്കാരിന്റെ വെബ്സൈറ്റിലൂടെ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാത്ത നമുക്ക് അവധി ദിവസങ്ങളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ്. നമ്മുടെ ടൗൺ ഹാളിൽ നിന്ന് തുടങ്ങി തിരിച്ച് ടൗൺ ഹാൾ വരെ, അതായത് സിറ്റിയിലൊരു ടൂറ്, അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ബാംഗ്ലൂരിന്റെ മെയിൻ സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ സിറ്റിയുടെ തന്നെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റി അത്ര കണ്ടിട്ടില്ല, ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വൺ ടൈം ട്രൈ ആയിട്ട് തന്നെയുള്ള ഒരു യാത്രയാണിത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ടൗൺ ഹാളിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്രയുണ്ടല്ലോ, ഹഡ്സൺ സർക്കിള്, കസ്തൂർബ റോഡ്, പിന്നെ നമ്മുടെ മ്യൂസിയം, പിന്നെ ക്വീൻസ് റോഡ്, അതുപോലെ തന്നെ വിധാൻ സൗദ, പിന്നെ KR സർക്കിള്, അങ്ങനെ കറങ്ങി തിരിച്ച് ടൗൺ ഹാളിൽ തന്നെ വന്നിട്ടാണ് ഈ യാത്ര തീരുന്നത്. അപ്പോൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയുടെ മെയിൻ സ്പോട്ടുകളൊക്കെ ഇവിടെ കവർ ആവുന്നുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിലെ മെയിൻ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കബൺ പാർക്ക് കാണാം, അതുപോലെ തന്നെ സ്റ്റേഡിയംസ് കാണാം, പിന്നെ നമുക്ക് മ്യൂസിയം കാണാം, വിധാൻ സൗദ, അങ്ങനെ എല്ലാ കാഴ്ചകളും കവർ ചെയ്തു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ചുരുങ്ങിയ നേരം കൊണ്ട്, ബാംഗ്ലൂരിന് വെച്ച് നോക്കുമ്പോൾ ഒരു 45 മിനിറ്റ്സ് 1 അവർ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കറങ്ങി വരാൻ ഒരു ചുരുങ്ങിയ നേരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഈ ട്രാഫിക്കിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഒട്ടും ഒരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ ബസ്സിന്റെ അപ്പർ ഡെക്കിലിരുന്ന് നല്ല രീതിയിൽ ഒരു നല്ല രസത്തിലെല്ലാം കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റും. നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം നമ്മൾ കാണുന്നുണ്ട്. അതൊരു വല്ലാത്ത വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു RCB ഫാൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ വിധാൻ സൗദ, അതായത് കർണാടകയിലെ നിയമസഭ. അതൊരു കാഴ്ച തന്നെയാണ്. അത് ഏതൊരു മനുഷ്യനും കർണാടക വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് വിധാൻ സൗദ. അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഭംഗിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഭീകരമായ ഒരു സൈസും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയുമാണ് ഈ വിധാൻ സൗദയ്ക്കുള്ളത്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആ റോഡ്, പിന്നെ ബാംഗ്ലൂരിന്റെ ട്രാഫിക്, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ ബാംഗ്ലൂർ ട്രാഫിക് എൻജോയ് ചെയ്യാനും ഈ യാത്ര നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കുടയും ഇടത്തി പിടിച്ച് അമ്മച്ചിയും കുഞ്ഞാവയും കൂടെ ആ കുടയിൽ വരുന്നു. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും മഴയെ നനഞ്ഞ് അതിമനോഹരമായി തന്നെ ബാംഗ്ലൂർ കറങ്ങി ഇങ്ങ് വന്നു.
അങ്ങനെ നമ്മുടെ ഈ ബസ് ടൂർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഡ്രോപ്പ് ഓഫ് പോയിന്റ് ആയിട്ടുള്ള ടൗൺ ഹാളിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ ടൗൺ ഹാളിൽ തിരിച്ചെത്തി നമ്മൾ ഓരോരുത്തരായിട്ട് പയ്യെ ബസ്സിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയും. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ബസ്സിലെ ലോവർ ഡെക്ക്, ഒരു AC കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിന്റെ ചുറ്റും ഒന്ന് നടന്നു, ബസ്സിന്റെ ഒരു ഫുൾ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ബസ്സിന്റെ മുന്നിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ KR-പുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച ഈ വെക്കേഷൻ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുകയാണ്. വെൽക്കം ടു ബംഗളൂരു സീരീസ് ഇതോടെ തീരുകയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടുണ്ടായിരുന്ന ആ സന്തോഷങ്ങളും കളികളും ചിരികളും ഓരോ യാത്രകളും നല്ല ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ബൈ പറയാൻ ആയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോയോടുകൂടി നമ്മുടെ വെൽക്കം ടു ബംഗളൂരു സീരീസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ചിരികളും കളികളുമായിട്ടിരുന്ന ഈ ദിവസങ്ങളിൽ നിന്ന് ഇമോഷൻസ് നിറഞ്ഞ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ചുണ്ടിൽ മുഖത്തും ചിരി പിടിപ്പിച്ചു വെച്ചെങ്കിലും ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും ബൈ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ ഈ വെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വെക്കേഷനാണ്. ഈ കരഞ്ഞുകൊണ്ട് ചേട്ട പറയല്ലോ. അപ്പോൾ ബൈ.